വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ സീസൺ 2ൻ്റെ ട്രെയിലർ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സീസൺ 1 ലൈവ് ആക്ഷൻ റിലീസ് ചെയ്തിരുന്നത്. സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ തന്നെ ആയിരിക്കും. മാർച്ചിലാണ് സീസൺ 2 വരുന്നത്. വൺ പീസ് എന്നുള്ള ആനിമെ കണ്ടിട്ട് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അത് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. ഭയങ്കര ഓവർ ക്വർക്കി ആയിട്ട് ഭയങ്കര മൂമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പഴയ സ്റ്റൈൽ ഓഫ് ആനിമേഷൻ വരുന്ന ഒരു ആനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങോട്ട് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടു തീർക്കണമെന്നുണ്ടെങ്കിൽ 1300 എപ്പിസോഡ് എന്തുകൊണ്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും എന്താണ് വൺ പീസ് എന്നുള്ളത് റിവീലും ആയിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള വലിച്ചു നീട്ടിയ ഇത്ര എപ്പിസോഡ്സ് ഉള്ള സാധനങ്ങൾ കാണുന്നതിനോട് പണ്ടേ എനിക്കൊരു വിയോജിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അഥവാ ഇത് കാണണമെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് കാണാൻ വെച്ചേക്കുന്ന ഒരു ആനിമയായിട്ടാണ് ഞാൻ ഇതിനെ വെച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ കുറേ പേര് എന്നോട് അപ്പോഴും പറഞ്ഞു കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നിട്ട് ഫസ്റ്റ് കുറച്ച് എപ്പിസോഡുകൾ, എനിക്ക് തോന്നുന്നത് 20-30 എപ്പിസോഡ് ആനിമ ഇരുന്ന് കണ്ട് ദഹിച്ചില്ല. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് പറ്റണില്ല. എനിക്ക് ഭയങ്കര ഓവർ ആയിട്ടുള്ള ഈ സാധനം എനിക്കിങ്ങോട്ട് വർക്കാവണില്ല. അപ്പം ഞാൻ ആ ഒരു സെറ്റ് ഓഫ് കുറേ എപ്പിസോഡ്സ് കണ്ടിട്ട് മടുത്തിരിക്കുന്ന ടൈമിലാണ് നെറ്റ്ഫ്ലിക്സിൽ ലൈവ് ആക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ എന്നാൽ ശരി, ലൈവ് ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ കണ്ടു. ട്രെയിലർ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ലൈവ് ആക്ഷൻ കണ്ടു. ലൈവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ആനിമെ എപ്പിസോഡ്സിന് 10 എപ്പിസോഡാക്കി ചുരുക്കി കാണിച്ച അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. 10 കറക്റ്റ് എത്ര എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ 70 എപ്പിസോഡ് ഓഫ് ആനിമേനെ ഇവർ ചുരുക്കി 9-10 എപ്പിസോഡ് സെറ്റപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു. അത് ഞാൻ ഈ ഒരു സീസൺ 1 കണ്ടത് ഏകദേശം 2 കൊല്ലം മുന്നേ. അതുകൊണ്ട് എനിക്ക് കൃത്യ എണ്ണം ഓർമ്മയില്ലാത്ത. ഞാൻ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും, ഞാൻ അല്ലാതെ പറയാണ്. അപ്പോൾ അറിയാമെങ്കിൽ കമൻറ്റ് എത്രയാണ് 9 എപ്പിസോഡ് 10 എപ്പിസോഡ് അല്ലെങ്കിൽ എത്ര എപ്പിസോഡ് ഉണ്ടായിരുന്നത് നിങ്ങൾ പറ. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 9-10 എപ്പിസോഡ് എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സൗകര്യമായിരുന്നു. 70 ആനിമെ എപ്പിസോഡ്സ് കാണുന്നതിന് പകരം എനിക്ക് അത് കുറച്ചും കൂടി ഷോർട്ടാക്കി എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലൈവ് ആക്ഷൻ രീതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് പൊതുവേ ലൈവ് ആക്ഷൻ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഗെയിം ലൈവ് ആക്ഷൻ ആക്കിയാലോ അല്ലെങ്കിൽ എന്ത് സാധനം ലൈവ് ആക്ഷൻ ആക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഗെയിം ലൈവ് ആക്ഷൻ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമെ ലൈവ് ആക്ഷൻ ആക്കുമ്പോഴേക്കും ഭയങ്കര മീഡിയോക്കറായി പോകാറുണ്ട്. പക്ഷേ വൺ പീസിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. അതൊരു ട്വിസ്റ്റാണ്. കാരണം ഞാൻ നിരാശനായില്ല. ആക്ച്വലി എനിക്ക് ആനിമ കണ്ടാണ് ഞാൻ നിരാശപ്പെട്ടത്. കാരണം ആൾക്കാർ പറയുന്ന ഒരു ഹൈപ്പ് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആനിമയിലെ ഒന്നാണ് വൺ പീസ്. ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. പക്ഷേ എനിക്കിത് വർക്കായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈവ് ആക്ഷൻ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ലൈവ് ആക്ഷനിൽ നല്ല VFX ഗ്രാഫിക്സ്, ഈവൺ അഭിനയിക്കുന്ന ആക്ടേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ടൊക്കെ ഫീൽ ചെയ്തു. കുറച്ചുകൂടി എനിക്ക് ഫണ്ണായിട്ട് തോന്നി. എനിക്ക് കുറച്ചുകൂടി ആ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്ലാറ്റ് കോണ്ടൻ്റ് ആണ്. ഞാൻ ഈ TV തന്നെ ഇരുന്നാണ് അത് കണ്ടത്. അപ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ചില എപ്പിസോഡ്സ് നമ്മുടെ പ്രൊജക്ടറിൽ ഇരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറ്റ്മോസ് സെറ്റപ്പ് ഇരുന്ന് കണ്ടപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സെക്കൻഡ് സീസൺ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോൾ ദേ അതിൻ്റെ ട്രെയിലർ വന്നു, കണ്ടു, കിടിലൻ സാധനം. അപ്പോൾ വൺ പീസിൻ്റെ ലൈവ് ആക്ഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആനിമയിൽ കാണുമ്പോൾ ഒരുമാതിരി വികൃത രീതിയിലുള്ള ടൈപ്പ് ഫേസൊക്കെ ആയിട്ട് ഒരുമാതിരി ഒരു ആനിമേഷൻ എനിക്കത് അങ്ങോട്ട് പിടിക്കേണ്ടായിരുന്നില്ല. ആൾക്കാരുടെ മുഖം ഇങ്ങനെ ഓഞ്ഞ കുത്തിയ പോലെ ഒരു കാരിക്കേച്ചർ ടൈപ്പ് സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. നമ്മുടെ ഈ മറ്റേ ശുപ്പാണ്ടി അല്ലെങ്കിൽ ശിക്കാരി ശമ്പൂടെയൊക്കെ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കണ പോലെ അളിഞ്ഞ പൊളിഞ്ഞ രീതിയിലൊക്കെ. അത് മാത്രമല്ല ഫുൾ അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഒന്നാമത് ക്യാരക്ടർ ഇങ്ങനെ റബ്ബർ പവറുള്ള ആളാണ്. അപ്പോൾ ആൾ തന്നെ ലൂഫി തന്നെ ഇങ്ങനെ മങ്കി ഡി ലൂഫി എന്ന് പറഞ്ഞ ലീഡ് ക്യാരക്ടർ തന്നെ ഇങ്ങനെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കതങ്ങനെ അത്ര ഇഷ്ടമല്ല. പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഒരു ആനിമേഷൻ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, എഡൻ ആൻഡ് എഡി എന്ന് പറഞ്ഞാൽ. ക്യാരക്ടേഴ്സ് ഇഷ്ടമാണെങ്കിലും എനിക്ക് എൻ്റെ ആനിമേഷൻ തീരെ ദഹിക്കൂലായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് വൺ പീസിൻ്റെ ആനിമ കണ്ടപ്പോൾ തോന്നിയത്. അതിൽ നിന്ന് ഞാൻ ഈ ലൈവ് ആക്ഷൻ കണ്ടപ്പോഴേക്കും ലൈവ് ആക്ഷൻ കുറച്ചുകൂടി എനിക്ക് അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് വിഷ്വലി കാണാൻ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൺ പീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആനിമയെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാങ്കയാണ്. മാങ്കയെന്ന് ആനിമെ വന്നു, ആനിമയെന്ന് സീരീസ് വന്നു. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴേക്കും 5 കൂട്ടുകാരുടെ കഥയാണ് മെയിൻലി. അതിനകത്ത് പിന്നെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മങ്കി ഡി ലൂഫി. അതുപോലെ ഓൾമോസ്റ്റ് ഇക്വലൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് ബാക്കിയുള്ള 4 ഫ്രണ്ട്സും. അതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട്, ബാക്കി ആണുങ്ങളാണ്.
പെൺകുട്ടിയുടെ പേര് നാമി എന്നാണ്. അതുപോലെ തന്നെ സോറോ എന്നുള്ള ഫുൾ ടൈം സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു മാസ്റ്റർ സ്വേർഡ്സ്മാൻ ആയിട്ടുള്ള ഒരാളുണ്ട്. ഇവർക്കൊക്കെ ഇൻഡിവിജ്വലി 5 പേർക്കും ഉസോപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ സാഞ്ചി, ഇങ്ങനെ ഇത്ര പേരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഓരോ ഗോളുണ്ട്. മങ്കി ഡി ലൂഫിക്ക് വേൾഡിൽ ഏറ്റവും വലിയ പൈററ്റ് ആവണം, സോറോന് ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്സ്മാൻ ആണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആ വിഷ്വൽ ആൻഡ് ഓഡിയോ സൈഡും കൂടി എനിക്ക് ലൈവ് ആക്ഷനിൽ കുറച്ച് നന്നായിട്ട് തോന്നിയപ്പോഴേക്കും എനിക്കത് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഹൈപ്പായിട്ടിരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് സീസൺ വരുന്നതിൽ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് കിട്ടിയതിൻ്റെ ഒരു ഗുണം കൂടി ആവുന്നതുകൊണ്ട് നല്ല രീതിയിൽ വിഷ്വൽ ആൻഡ് ഓഡിയോ സൈഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയ ഒരു ഫീൽ എനിക്ക് കിട്ടി. ഞാൻ ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്ക്, കലക്കൻ ട്രെയിലറായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമല്ല ഈ ഒരു വൺ പീസ് എന്ന് പറഞ്ഞ ഒരു ആനിമെ അല്ലെങ്കിൽ ആ മാങ്ക സോഴ്സ് മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. കാരണം 1000 എപ്പിസോഡ്. അപ്പം നറൂട്ടോ പോലെ തന്നെ കണ്ടമാനം ക്യാരക്ടേഴ്സുള്ള, എനിക്ക് നറൂട്ടോയെക്കാളൊക്കെ ഇരട്ടി ക്യാരക്ടേഴ്സ് വൺ പീസിലുണ്ട്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ പുതിയ സീസൺ വരുമ്പോഴേക്കും പുതിയത് കാണാൻ പറ്റും എന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. കണ്ട് മടുക്കില്ല നമുക്ക്. കാരണം ഇങ്ങനെ ഈ ഡ്രാഗൺ ബോൾ സിയിലൊക്കെ ഇപ്പോൾ ഒരു 50 100 ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, നറൂട്ടോയിൽ 500 ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1000 ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 10,000 ക്യാരക്ടർ ഉണ്ടെന്നുകൊണ്ട് അത്രയും ഉള്ള ഒരു വലിയ വേൾഡാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ കുറേ സ്കോപ്പ് ഉണ്ട്. ഇത് സീരീസ് ആയിട്ട് എടുക്കുമ്പോഴേക്കും ഒരുപാട് ആക്ടേഴ്സിനെ, വേൾഡ് വൈഡ് ഉള്ള ഒരുപാട് ആക്ടേഴ്സിനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് പലതരം റേസിൽ പെടുന്ന ആൾക്കാരുണ്ട്, പല വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പൈററ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതിനകത്ത് പുതിയ ആക്ടേഴ്സിനെ വെച്ച് ഇവർക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ മാർവൽ, DC എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ വലിയൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നത് വൺ പീസിന്. എനിക്ക് മുഴുവനായിട്ട് അറിയില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ മൊത്തം കണ്ടിട്ടില്ല. ഞാൻ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴേക്കും ഇഷ്ടപ്പെട്ട കാര്യം, ഇതിനകത്ത് ഞാൻ ഹോളിവുഡിൽ പലയിടങ്ങളിലും കണ്ടിരിക്കുന്ന ചില നടന്മാർ ഇതിനകത്ത് ഇപ്പോൾ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആസ് ദ സീസൺസ് ഗോ ബൈ നമുക്ക് നല്ല നല്ല നടന്മാരെ ഓരോ റോളുകളിൽ കാണാനും പറ്റും. തിങ്സ് ഗെറ്റ് ബെറ്റർ വിത്ത് സീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് സീസണേക്കാളും എനിക്ക് ഗ്രാഫിക്സ് ആയാലും അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ആയാലും ക്യാരക്ടറിൻ്റെ ഒരു എവല്യൂഷനൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി വാട്ട് ദ ഹൈപ്പ് ഇസ് ഓൾ അബൌട്ട് എന്നുള്ള, എന്തുകൊണ്ടാണ് വൺ പീസ് ആനിമയിൽ ടോപ്പിൽ തന്നെ നിൽക്കണമെന്നൊക്കെയുള്ള. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പണ്ടേ തൊട്ടേ തന്നെ ഈ ഒടുക്കത്തെ കോമഡിയുടെ ഒരു ആരാധകനൊന്നുമല്ല. നമുക്ക് മലയാളത്തിലുള്ള കോമഡി പടങ്ങൾ, എനിക്കിപ്പോൾ ജഗതി ചേട്ടൻ, നമ്മുടെ ആ ഒരു പ്രിയദർശൻ മോഹൻലാൽ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പറക്കും തളിക, കല്യാണം, പുലിവാല കല്യാണം, അതൊക്കെ എൻജോയ് ചെയ്യും. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് സീരീസിൽ, അതായത് ഇപ്പോൾ ഫ്രണ്ട്സ്, 3 Men and a Baby, അല്ലല്ല എന്നാ അത്ര അല്ല, അത് മറ്റേ ഇംഗ്ലീഷ് പടമാണ്. ബേബീസ് ഡേ ഔട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ സീരീസിലെ കുറച്ച് മറ്റേ എന്താണ് ബിഗ് ബാങ് തിയറി, പിന്നെ ഹൗ ഐ മെറ്റ് യുവർ മദർ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ണെടുത്താണ്ടോളാം. ഒന്നാമത് എനിക്ക് ഭയങ്കര ഫേക്കായിട്ടാണ് തോന്നുന്നത് അത് കാണുമ്പോഴേക്കും. അതായത് അവരവിടെ ചിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിപ്പാൻ, ഇതിന് മാത്രം കോമഡി, ആ സീനിലാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് എനിക്ക് വൺ പീസ് ആനിമ കണ്ടപ്പോൾ തോന്നിയത്. അവരെ അതിനകത്ത് കോമാളിത്തരം പോലെ കുറേ കാര്യങ്ങൾ കാണിക്കണം, പക്ഷേ എനിക്കത് തമാശയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം ഞാൻ സീരീസ് കണ്ടപ്പോഴേക്കും എനിക്ക് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇളകി കളിക്കുന്ന ആനിമേഷൻ ഇല്ലാതെ മര്യാദക്ക് മനുഷ്യന്മാരെ കണ്ടപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്ത് അവരുടെ ഇമോഷൻ എനിക്ക് കൺവേ ആയി. എനിക്ക് ഡി ലൂഫി ആയിട്ട് അഭിനയിക്കാൻ ചെക്കൻ വന്നിട്ട് ഐ വോണ്ട് ബി എ പൈററ്റ് എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറയുമ്പോൾ എനിക്കൊരു ഫീലിംഗ് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് ആനിമയേക്കാളും കൂടുതൽ ലൈവ് ആക്ഷൻ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സീസൺ 2 ഉറ്റുനോക്കുകയാണ്. കാരണം എനിക്ക് ഇത് അൺപോപ്പുലർ ഒപ്പീനിയനാണ്, ആനിമയേക്കാൾ കൂടുതൽ ലൈവ് ആക്ഷൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്നുള്ളത്. പക്ഷേ ദാറ്റ്സ് ജസ്റ്റ് മീ. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല വൺ പീസ് ആനിമ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. എന്തായാലും എൻ്റെ മനസ്സ് എന്നേലും മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിത് മൊത്തത്തിൽ 1300 എപ്പിസോഡ് കണ്ടു നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നേലും ഞാൻ അത് കണ്ടു നോക്കാം. പക്ഷേ ഇപ്പം അതിനുള്ള ടൈമും ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഈ ലൈവ് ആക്ഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരു രീതിയിലും എനിക്ക് വൺ പീസിൻ്റെ ആനിമെ ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടണേ ഇല്ല. ഇപ്പം എനിക്കത് ദഹിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആനിമ കാണില്ല. ഞാൻ എന്തായാലും ഈ വരുന്ന നെറ്റ്ഫ്ലിക്സിൽ വരുന്ന ലൈവ് ആക്ഷൻ ഞാൻ എന്തായാലും റെഗുലറായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ അഭിപ്രായം ഞാൻ ചാനലിട്ടേക്കാം. എനിക്കറിയാം ഇപ്പോൾ നമ്മുടെ തന്നെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഇതിനെ ആരാധിക്കുന്നതാണ്. അതുപോലെ അവരിൽ നിന്നും എനിക്കറിയാം പല കാര്യങ്ങളും. അതുപോലെ ഇച്ചിറോ യോഡ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം. പുള്ളി ഒരു ലെജൻഡറി ആനിമെ ക്രിയേറ്ററാണ്, വൺ പീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം, കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്കൊന്ന് ഭയങ്കര ഹൈപ്പായിട്ട് ഞാൻ പോയി കണ്ടപ്പോഴേക്കും എനിക്ക് ഇരട്ടി നിരാശയായ ഒരു സീനായിരുന്നു. മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നു തോന്നുന്നു.
കാരണം ഓവർ ഹൈപ്പ് ആയാലും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ലേ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ എന്നെ ഒരു സാധനം അപ്പീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എത്രയൊക്കെ വേൾഡ് ഫേമസ് ഒരു സാധനമാണെന്ന് പറഞ്ഞാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ വൺ പീസ് ആയിട്ടുള്ള ആനിമേ ആയിട്ടുള്ള ബന്ധം. അപ്പോൾ എന്തായാലും എനിക്ക് ആനിമേ അത്ര ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ലെങ്കിലും ലൈവ് ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സീസൺ 1 ആയാലും സീസൺ 2ൻ്റെ ട്രെയിലറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സീസൺ 2 വരട്ടെ, കണ്ടു നോക്കിയിട്ട് അഭിപ്രായം ഇട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയണമെന്നുണ്ട്. ഈ ആനിമേ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ട്രൂ ടു ദ ആനിമേ ആണോ, എങ്ങനെയുണ്ട്? ശരിയാണ്, നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ചില ബുക്ക് വായിക്കുന്ന ആൾക്കാരെ പോലെയാണ്. ഇപ്പോൾ ആടുജീവിതം ബുക്ക് വായിച്ചവർക്ക് മറ്റേ സിനിമ കണ്ടപ്പോഴേക്കും തൃപ്തി ഉണ്ടാവില്ല, ആ ഒരു ബുക്കിൻ്റെ അത്രയും ആയില്ല, എന്താ പറയുക, സിനിമ എന്നൊക്കെ തോന്നിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ മൈൻഡാണോ നിങ്ങളുടെ? അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാങ്ക കഴിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ആനിമെ അത്ര തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ആനിമ കണ്ടവർക്ക് ചിലവർക്ക് ഈ ലൈവ് ആക്ഷൻ തൃപ്തികരമായി തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തിരിച്ച് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്ക് തോന്നിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആനിമെ കണ്ടിട്ട് എനിക്ക് ലൈവ് ആക്ഷൻ കണ്ടപ്പോൾ ലൈവ് ആക്ഷൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അറിയണമെന്നുണ്ട്. കാരണം എന്നെക്കാളൊക്കെ നിങ്ങൾ ചിലപ്പോൾ 1300 എപ്പിസോഡ് കണ്ടവരൊക്കെ ആയിരിക്കാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ എബിൻ, റീലോഡ് മീഡിയ ചാനൽ എബിനാണ് കംപ്ലീറ്റ് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ള ഒരാളായിട്ട് എനിക്കറിയാവുന്നത്. ആൾ എത്രത്തോളം ഫാൻ എന്നുള്ള കാര്യം എനിക്കറിയാം. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ എഗ് ഹെഡ് ആർക്ക് എന്ന് പറഞ്ഞ ആർക്കിനെ പറ്റി തന്നെ അവൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സർക്കിളിൽ കുറേ പേരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പോൾ സിനിമ സ്റ്റില്ലറിലെ മച്ചാനൊക്കെ ഇതൊക്കെ ഫുള്ള് മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ആനിമേ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫിൽ വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇത് കാണണമെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി അങ്ങനെ പറയണത്. എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ ടാറ്റു അടിച്ച് വെച്ചിരിക്കുന്ന നറൂട്ടോ ഞാൻ അങ്ങനെ പറയുള്ളൂ. നറൂട്ടോ ഷിപ്പുഡിൻ. ഈവൻ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞ പോലെ നറൂട്ടോ വേഴ്സസ് വൺ പീസ് എന്ന് പറഞ്ഞ വലിയ യുദ്ധം തന്നെ പൊതുവേ സോഷ്യൽ മീഡിയ നടക്കാറുണ്ട്. ചില ആൾക്കാർ ഡ്രാഗൺ ബോൾ ജി ആണ് അതിനും ഭേദം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സ് ആണ്. ഇപ്പോൾ എന്നെ ഈ ആനിമേ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്, അല്ലെങ്കിൽ ജാപ്പനീസ് ആനിമേ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴി ഒരുക്കി തന്നതും എന്നെ വഴിവെട്ടി അതിലൂടെ നടത്തിച്ചതും ഡ്രാഗൺ ബോൾ ജി ആണ്. ടൂണാമി എന്നുള്ള കാർട്ടൂൺ നെറ്റ്വർക്കിൽ വന്ന ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഡ്രാഗൺ ബോൾ ജി കണ്ടാണ് ഞാൻ കട്ടൊക്കെ ഫാനായത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. അന്ന് എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാം, അന്നൊക്കെ ഈ നേരത്തെ കിടന്ന് പറയുന്ന പരിപാടിയാണ്. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട്. എന്നാലും ഞാൻ 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. കാരണം 12 മണിക്കാണ് എപ്പിസോഡ് വരുന്നത് പണ്ട് ടൂണാമിയിൽ. ഞാൻ 12 മണിക്ക് ഇരുന്ന് ഡ്രാഗൺ ബോൾ ജി കാണുമായിരുന്നു, 12:30 വരെ. എനിക്ക് അമ്മാതിരി എനിക്ക് അഡിക്ഷനും അത്ര ഇഷ്ടമായിരുന്നു ഡ്രാഗൺ ബോൾ ജി. ഗോക്കു ആയാലും വെജിറ്റേറിയൻ, എനിക്ക് ആ ക്യാരക്ടേഴ്സ് ജീവിതത്തിൽ മറക്കാൻ പറ്റൂല, അത്ര ഇഷ്ടമാണ്. ട്രങ്ക്സ്, ഗോഹാൻ, ഗോട്ടാൻ, എനിക്ക് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ മറക്കില്ല. പിക്കോളോ, എനിക്ക് എല്ലാവരെയും പറയാൻ പറ്റും. വില്ലന്മാരായ പെർഫെക്റ്റ് സെല്ല്, റീസ, മറ്റേ കുറച്ച്. എന്നിട്ട് ടൂണാമിയിൽ ഡ്രാഗൺ ബോൾ ജി ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും റിപ്പീറ്റ് എപ്പിസോഡ് ആവാൻ തുടങ്ങി. ബാക്കി സീസൺസ് വരാതായപ്പോഴേക്കും ഞാൻ പിന്നെ ആ സമയത്തൊക്കെ കുത്തിയിരുന്ന് നെറ്റിൽ കയറിയിരുന്ന് മറ്റേ എപ്പിസോഡ്സ് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് വെച്ച് പ്രോക്സി എന്താണ്ടൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് ഞാൻ കുത്തിയിരുന്ന് കാണുമായിരുന്നു. പിന്നീട് പിന്നെ നമ്മുടെ ടൊറൻറ്റ് കാലഘട്ടം വന്ന്, ടൊറൻറ്റൊക്കെ വന്നാൽ പിന്നെ ഫുള്ള് ആ ഡ്രാഗൺ ബോൾ ജി കംപ്ലീറ്റ് എത്ര എപ്പിസോഡ് ഉണ്ടോ മൊത്തം ഡൗൺലോഡ് ചെയ്ത് കുത്തിയിരുന്ന് കണ്ടു തീർത്തതാണ്. അതിനുശേഷമാണ് ഞാൻ കോളേജിൽ ചെന്നപ്പോഴേക്കും നറൂട്ടോ വരുന്നത്. നറൂട്ടോ കുത്തിയിരുന്ന് കണ്ട്, അതിനുശേഷം കട്ട ഫാനായി നറൂട്ടോ ഷിപ്പുഡിയും കുത്തിയിരുന്ന് കണ്ട്. എനിക്ക് തോന്നുന്നു നറൂട്ടോ ഷിപ്പുഡിയും കൂട്ടി എനിക്ക് തോന്നുന്നു 1000 എപ്പിസോഡ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കുത്തിയിരുന്ന് കണ്ടാണ്. അപ്പോൾ ഡ്രാഗൺ ബോൾ ജിയും നറൂട്ടോയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ, ഡ്രാഗൺ ബോൾ ജിയിലേക്ക് അതായത് ഗോക്കു സൂപ്പർ സൈൻ ആവാനായിട്ട് ഒരുപാട് സമയം എടുത്തൊരു സീലായിരുന്നു. അതായത് ഇന്നുവല്ലോ ആവൂടെ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിച്ചു പോകും ഇന്നാണെങ്കിൽ. അന്ന് പറഞ്ഞാൽ അത് മൂത്തിരിക്കണം, അതുകൊണ്ട് കുത്തിയിരുന്ന് കാണുമായിരുന്നു. ഇപ്പോഴായിരുന്നു ഞാനെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇയാളെന്ത് സൂപ്പർ സൈൻ ആവാത്ത എത്ര നാളായി ഇത് തന്നെയെന്ന് ഞാൻ ചോദിച്ചാൽ വേണമെങ്കിൽ. കാരണം പണ്ടത്തെ ക്ഷമയൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. നറൂട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് ഇഷ്ടം പോലെ ഫൈറ്റും പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ മാദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ അങ്ങോട്ട് സ്പെൽ ബൗണ്ടായി പോയ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു വില്ലനാണ് അത്. ഉച്ചിയ മാദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, എനിക്ക് അമ്മാതിരി ഇഷ്ടമാണ്. ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ഞാനിത് കരഞ്ഞതാണ്. ആനിമയെന്ന് ആലോചിക്കണം, പക്ഷേ എന്ത് ഇമോഷണൽ സീനായിരുന്നു അറിയാമോ. ഇറ്റാച്ചിന്നൊന്നും ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അത്രയും ഒരു കിടിലൻ ഒരു ആനിമയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് നറൂട്ടോ ഷിപ്പുഡിൻ. അപ്പോൾ ഐ ക്യാൻ റിലേറ്റ് ടു വൺ പീസ് ഫാൻസ്. എനിക്ക് തോന്നുന്നത് എനിക്ക് നറൂട്ടോ എന്താണോ അതായിരിക്കും അവർക്ക് വൺ പീസ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഞാൻ നറൂട്ടോ കാണുന്നതിന് മുന്നേ വൺ പീസ് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെയും ഫാനായാനെ. അങ്ങനെ
നമുക്ക് ഓരോ ടൈമിൽ നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല പല ഡിഫറൻറ്റ് സാധനങ്ങളായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് മമ്മൂക്കയാണ് ഇഷ്ടം, എനിക്ക് ലാലേട്ടനാണ് ഇഷ്ടം. ആ രീതിയിൽ എന്നും പറഞ്ഞാൽ എനിക്ക് മമ്മൂക്കയോട് ദേഷ്യമൊന്നുമില്ല. മമ്മൂക്കയുടെ എല്ലാ പടവും ഞാൻ കാണും. മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ സിനിമകൾ എനിക്കുണ്ട്. ഞാൻ എത്രയോ തവണ മൾട്ടിപ്പിൾ ടൈംസ് പോയി കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ പടങ്ങളുണ്ട്. ഇപ്പോൾ ബ്രഹ്മയുഗയിലും അതൊക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബെറ്റർ, എൻ്റെ നറൂട്ടോ ബെറ്റർ എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം സൂപ്പറാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റൊന്നും ജസ്റ്റ് കണ്ടു നോക്കുക. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ട് തരും, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനിമ ഏതാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം എനിക്കറിയാം, ഇപ്പോൾ എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആനിമ ക്ലോസ് ടു ദ ഹാർട്ട് നറൂട്ടോ ആണെങ്കിലും കോണ്ടന്റ് വൈസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനിമ അറ്റാക്ക് ഓൺ ടൈറ്റനും ഡെത്ത് നോട്ടും ആണ്. എൻ്റെ പൊന്നെ, എന്നെ അത്ര ഇമ്പ്രസ് ചെയ്ത ഒരു ആനിമ വേറെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമയിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനും ഓരോന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കോമഡി ആനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൺ പഞ്ച് മാൻ എന്ന് പറയും. സീസൺ 1 and 2 3 ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന സാധനമാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പറയേണ്ടി വരും. കാരണം അത്ര അധികം ഉണ്ട്. ആനിമ എന്ന് പറഞ്ഞാൽ ഒരു സാഗരം പോലെ കിടക്കുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തുള്ളിയെ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയേണ്ടി വരും, ഇത്രയും കണ്ടിട്ട് പോലും. 12,000 എപ്പിസോഡ്സ് ഓഫ് ആനിമ കണ്ടാലും ഞാൻ പറയാണ്, ഞാൻ എന്നിട്ടും ഒരു തുള്ളിയെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. അത്രയും കടൽ പോലെ കിടക്കുകയാണ് ആനിമ എന്ന് പറയുമ്പോഴേക്കും. ആനിമ ജസ്റ്റ് ആനിമ സീരീസ് മാത്രമല്ല, ആനിമ സിനിമകളുണ്ട്, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ കണ്ടമാന സാധനമുണ്ട്. അതൊരു വാസ്റ്റ് വൈഡ് കോണ്ടന്റ് ആണ്. ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും കിടിലൻ ആനിമെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇപ്പോൾ നമ്മുടെ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്, അക്കീറ. എത്ര പേരെ പടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, കണ്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. അപ്പോൾ സീസൺ 2 വരട്ടെ, കണ്ടു നോക്കുക. എനിക്കറിയാം കുറച്ച് സ്ട്രെച്ച്ഡ് വീഡിയോ ആണെന്ന്, പക്ഷേ ഈ ആനിമയെ പറ്റി പറയാൻ പോയാൽ വാതോരാ സംസാരിക്കേണ്ടി വരും. അത് ഒരു ആനിമ ലവറിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവസ്ഥ എന്താണെന്നൊക്കെ. ഇപ്പോൾ ആനിമ റെക്കമെൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ എനിക്കൊരു 50 എണ്ണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. 300 ആനിമയെ കൂടുതൽ കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്നിട്ടും തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 1000-ന് മുകളിൽ ആനിമ കണ്ടന്റ് അവൈലബിൾ ആവുമെന്ന് തോന്നുന്നുണ്ട്. ആഞ്ഞു പിടിച്ചിട്ട് കണ്ടിട്ട് പോലും ആവും. അതും ഈ 300 ആനിമ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൻ സ്കൂള് കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം എന്താ പറയുക 38 വയസ്സ് എത്തിയ അവസ്ഥ വരെയുള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഈ 38 വയസ്സ് വരെ എത്തിയ അവസ്ഥയിലാണ് ഈ 300 ആനിമ കണ്ട് തീർന്നുള്ളൂ. കാരണം അത്ര ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വൺ പീസ് മാത്രം 1300 എപ്പിസോഡ് ഉണ്ട്, 20 മിനിറ്റ് വീതം. അപ്പോൾ ബിങ് വാച്ച് ചെയ്യാൻ പറ്റുമെന്നൊരു പറ്റും, ബിഞ്ച് വാച്ചൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആനന്ദ് ലാൽ, ഞങ്ങൾ കുഞ്ഞാന്ന് വിളിക്കണം. അവൻ എനിക്കൊന്ന് 10-300 എപ്പിസോഡ് കണ്ട് ഒറ്റയടിക്കൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്. അവൻ അതിനകത്ത് ചില എപ്പിസോഡ് ഭയങ്കര രോമാഞ്ചം ഒഴിച്ചിട്ട് രണ്ടാമതിരുന്ന് കണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. കാരണം എന്നോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വേറെ ലെവൽ ഒരു ഫൈറ്റ് രംഗമുണ്ട്, മൈറ്റ് ഗൈ വേഴ്സസ് ഉച്ചിയ മാതിര എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോനെ, അത് ഞാൻ കണ്ടതിൽ കയ്യും കണക്കൂല. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവം ഉണ്ടാവും. എന്തായാലും എൻ്റെ സംഭവം നറൂട്ടോ ആണ്. വൺ പീസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് ലൈവ് ആക്ഷനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. ഇഷ്ടംപോലെ പറയാൻ പോയാൽ ഇത് ഒരിക്കലും തീരൂല. അത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാലും ആനിമയെ പറ്റി സംസാരിച്ച് തീരത്തില്ല. എന്തായാലും അപ്പോൾ ഈ ഒരു സീസൺ 2 വരട്ടെ, കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.